ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുവാൻ നോക്കണം ദൈവം സഹായിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നല്ല പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ നോക്കണം ദൈവം ഒരു അവസരം കൂടി തന്നു. അതോർത്തും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ എൻ്റെ വിഷയം പറഞ്ഞല്ലോ, ദൈവപ്രകാരം എങ്ങനെ തീരുമാനം എടുക്കാം എന്നുള്ളൊരു വിഷയമാണ്. പാട്ടിങ്ങനെ ആസ്വദിച്ചിരുന്നതുകൊണ്ട് എൻ്റെ വിഷയം തന്നെ ഞാൻ മറന്നുപോയി എന്ന് തോന്നുകയാണ്. ഏതായാലും ദൈവം സഹായിക്കുന്നതിന് വേണ്ടി നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 1 മണിക്കൂർ നിൽക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. എന്നാലത് ബുദ്ധിമുട്ടായിട്ട് തീരാതിരിക്കുവാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. തീരുമാനത്തെപ്പറ്റി നമ്മൾ പറയുമ്പോൾ നാം എല്ലാവരും തന്നെ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. ഒരു ദിവസത്തിൽ തന്നെ എത്ര തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെറിയ ചെറിയ തീരുമാനങ്ങൾ എപ്പോഴും നമ്മൾ എടുക്കും. പ്രത്യേകിച്ച് സഹോദരിമാരായ നമ്മൾ ആഹാര കാര്യങ്ങളെ പറ്റിയാണ് കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് തോന്നുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കേണ്ടത്, ഉച്ചയ്ക്ക് എന്ത് കറിയാണ് ഉണ്ടാക്കേണ്ടത്, 4 മണിക്ക് കുഞ്ഞുങ്ങൾ വരുമ്പോഴത്തേക്ക് എന്താണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ദൈവത്തിൻ്റെ ഹിതമാണോ എന്ന് നമ്മൾ ചോദിക്കേണ്ടതായിട്ടുള്ള ആവശ്യമേ ഇല്ല. അവിടെ നമുക്ക് ദൈവം തന്നിട്ടുള്ള സാഹചര്യങ്ങളനുസരിച്ച് അവൈലബിളായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ അവർക്ക് നമ്മുടെ ഭവനത്തിലെ കാര്യങ്ങളനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അങ്ങനെയുള്ള തീരുമാനങ്ങൾ ദൈവഹിതപ്രകാരമല്ല എടുക്കുന്നതെങ്കിൽ അത് വളരെയധികം പ്രത്യാഘാതങ്ങൾ അതിന് നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അല്ല, ദൈവഹിതപ്രകാരമാണ് നമ്മൾ തീരുമാനമെടുക്കുന്നതെങ്കിൽ അതിൻ്റേതായിട്ടുള്ള അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പലപ്പോഴും നമ്മൾ നമ്മുടെ ബുദ്ധി തന്നെ ആശ്രയിച്ച് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ അത് തെറ്റിപ്പോകാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. സദൃശവാക്യം 14-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികൾ ആയിരിക്കും. നമ്മൾ തീരുമാനമെടുക്കും, ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവവചനത്തിൽ ആശ്രയിക്കാതെ നമ്മൾ തീരുമാനമെടുത്താൽ ചിലപ്പോൾ അത് ശരിയായെന്ന് വരും, ചിലപ്പോൾ അത് ശരിയായില്ലെന്നും വരും. അത് വചനം പറയുന്നത് ചിലപ്പോൾ അത് മരണവഴിയായിട്ട് തന്നെ അത് തീരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഏതൊരു വിശ്വാസിയും ആഗ്രഹിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവഹിതപ്രകാരം തന്നെ നടക്കണം എന്നുള്ളതാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ വലിയൊരു കോൺഫറൻസ് നടന്നു. 5000 വിശ്വാസികൾ ഉൾപ്പെടുന്ന ഒരു കോൺഫറൻസ് ആയിരുന്നു. അതിൽ അന്നത്തെ പ്രാസംഗികൻ അന്ന് കൂടി വന്നവരോടായിട്ട് 10 ടോപ്പിക്കുകൾ കൊടുത്തിട്ട് 10 വിഷയങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൽ ഏത് വിഷയമാണ് പഠിക്കുവാനായിട്ട് ഏറ്റവും താല്പര്യമെന്ന് ചോദിച്ചു. അതിൽ നിന്നും കിട്ടിയ ആൻസർ, ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം അവർ തിരഞ്ഞെടുത്തത് പ്രവചനമാണ്. എന്ത് ഇനി സംഭവിക്കും, ലോകത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ അറിയാനുള്ള വലിയൊരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട്. രണ്ടാമത്തെ സ്ഥാനം കിട്ടിയത് ദൈവഹിതപ്രകാരം എങ്ങനെ തീരുമാനം എടുക്കുമെന്നുള്ളതിനാണ്. അപ്പോൾ ദൈവഹിതപ്രകാരം തീരുമാനം എടുക്കുക എന്നുള്ളൊരു വിഷയം വിശ്വാസികൾക്ക് എന്തുമാത്രം പ്രാധാന്യം ഉള്ളതാണ് എന്നുള്ളത് നമുക്ക് ഇന്നൊക്കെയും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവം തിരിച്ചറിഞ്ഞ് എങ്ങനെ തീരുമാനമെടുക്കാം എന്നുള്ളതിനെപ്പറ്റി അല്പമായിട്ട് കൂടെ ചിന്തിക്കാം. ജോർജ് ട്രൂവൽറ്റ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു: ടു നോ ദ വിൽ ഓഫ് ഗോഡ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് നോളജ്. എന്ന് പറഞ്ഞാൽ ദൈവഹിതം അറിയുന്നതാണ് ഏറ്റവും വലിയ അറിവ്. ടു ഫൈൻഡ് ദ വിൽ ഓഫ് ഗോഡ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി. ദൈവഹിതം കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം.
To do the will of God is the greatest achievement. ദൈവഹിതം ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. ഞാനത് ഒന്നുകൂടെ പറയാം. ദൈവഹിതം അറിയുന്നതാണ് ഏറ്റവും വലിയ അറിവ്. ദൈവഹിതം കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം. അതുപോലെ തന്നെ ദൈവഹിതം ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. എത്ര ശരിയായിട്ടുള്ള കാര്യമാണ് താൻ പറഞ്ഞത്. അതായത് ദൈവഹിതം നാം അറിയണം, അത് മനസ്സിലാക്കണം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദൈവഹിതം അനുസരിച്ച് ജീവിക്കണം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ്. ദൈവേഷ്ടം തിരിച്ചറിയാൻ സഹായിക്കണേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. എപ്പോഴും എന്ന് മാത്രമല്ല, എല്ലാ ദിവസവും രാവിലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്. ഇന്ന് പകൽക്കാലം ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കാവേ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അങ്ങനെ എന്നെ ആക്കി തീർക്കണേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. 143 സങ്കീർത്തനത്തിൻ്റെ 10 വാക്യം, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവം ആകുന്നുവല്ലോ. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടതായ ഒരു കാര്യമാണ് ദൈവേഷ്ടം എന്തെന്നുള്ളത്. നമ്മൾ പഠിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ്. ദൈവം എന്താണ് എന്ന് അറിഞ്ഞാൽ മാത്രം പോരാ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രായോഗികമായിട്ട് രീതിയിൽ കൊണ്ടുവരികയും വേണം. പൗലോസ് അപ്പോസ്തലൻ വിശ്വാസികളെ പ്രബോധിപ്പിച്ച് പറഞ്ഞത് എന്താണ്? റോമർക്ക് എഴുതിയ ലേഖനം 12 അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ എല്ലാവർക്കും മനഃപാഠമായിട്ട് അറിയാവുന്ന വാക്യങ്ങൾ തന്നെയാണത്. അതിങ്ങനെ വായിക്കുന്നു: നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിൻ്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. അതായത് ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ജീവിതം ദൈവത്തിന് ഒരു യാഗമായിട്ട് തന്നെ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളെ രക്ഷിക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രമായില്ല, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു രൂപാന്തരം വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു വലിയൊരു മാറ്റം, ഒരു രൂപാന്തരം വരണം. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ ജീവനുള്ള യാഗമായിട്ട് നമുക്ക് ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. നമ്മൾ മഴയ്ക്ക് വേണ്ടി വളരെയധികം പ്രാർത്ഥിച്ചു, ദൈവം പ്രാർത്ഥന കേട്ടു, മഴ തന്നു. ദൈവത്തെ സ്തുതിക്കാനുള്ളൊരു വലിയൊരു വിഷയമാണത്. അതുകൊണ്ട് കേൾക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നാലും മഴ പെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൊലോസ്യർ ലേഖനം 3 അധ്യായത്തിൻ്റെ 12 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. പിന്നെ അവൻ എന്ന് പറയുന്നത് എപ്പഫ്രാസ് എന്ന സഹോദരനാണ്. താൻ പ്രാർത്ഥനയിൽ പോരാടുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവഹിതം സംബന്ധിച്ച പൂർണ്ണമായിട്ടുള്ള നിശ്ചയം പ്രാപിക്കാൻ വേണ്ടിയിട്ട്. അത് എപ്പഫ്രാസിന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയും അത് ആ നിലയിൽ തന്നെ ദൈവഹിതം അവർ മനസ്സിലാക്കണം. അതിനുവേണ്ടി മറ്റുള്ളവർക്കും വേണ്ടി താൻ പ്രാർത്ഥനയിൽ പോരാടുന്നതായിട്ടാണ് ഇവിടെ വായിക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരും ദൈവഹിതം അനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുക എന്നൊക്കെ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ട വലിയൊരു കടമ നമുക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ പരിശോധിക്കുമ്പോൾ അനേക ദൈവഭക്തന്മാർ, ദൈവഭക്തന്മാർ ദൈവഹിതം അനുസരിച്ചിട്ട് അവരുടെ ജീവിതം നയിച്ചത് മുഖാന്തരം അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ഉണ്ടായതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് നോഹ, അബ്രഹാം, സാറ, മോശ, എസ്തർ, ദാനിയേൽ, അങ്ങനെ അനേകം പേരെ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും യേശുവിൻ്റെ അമ്മ മറിയ, സഖരിയാവ്, എലിസബത്ത്, അതുപോലെ തന്നെ പത്രോസ്, യോഹന്നാൻ, അങ്ങനെ പലരെ നമുക്ക് ആ നിലയിൽ കാണുവാനായിട്ട് സാധിക്കും. ചരിത്രത്തിലേക്ക് നോക്കിയാലും അനേക ദൈവഭക്തന്മാരെ നമുക്ക് പേര് പറഞ്ഞ് നമുക്ക് ഓർക്കുവാൻ തക്കവണ്ണം സാധിക്കും. അനേക മിഷണറിമാരെ നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും.
നമുക്കും അതുപോലെ തന്നെ ദൈവം അനുസരിച്ച് മുന്നോട്ട് പോയാൽ ജീവിച്ചാൽ നമുക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയവരായിട്ട് തീരുവാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ ദൈവത്തിന് എതിരായിട്ട് നാം തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഉദാഹരണത്തിന് ലോത്തിനെ നോക്കുക. ലോത്ത് ദൈവത്തിനെതിരായിട്ട് തൻ്റെ ഇഷ്ടപ്രകാരം ഭൗമിക നന്മകൾ മാത്രം നോക്കി ഒരു തീരുമാനമെടുത്തു. അതിൻ്റെ ഫലമായിട്ട് താനും തൻ്റെ കുടുംബവും അത് നശിക്കപ്പെടുകയും ശപിക്കപ്പെടുകയും ചെയ്തതായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അബ്രഹാം ദൈവത്തോട് കൂടെ നടന്ന് ദൈവപ്രകാരമുള്ള തീരുമാനമെടുത്ത മുഖാന്തരം തൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ലോകത്തിൽ ജീവിച്ചവരിൽ ഏറ്റവും അനുകരണീയമായ ജീവിതം നയിച്ച ആൾ യേശുക്രിസ്തു തന്നെയാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ആ ജീവിതം തന്നെയാണ് നമുക്ക് മാതൃകയായിട്ട് ഇരിക്കേണ്ടത്. പിതാവായ ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചു. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി താൻ ക്രൂശിൽ മരിക്കാൻ വേണ്ടിയാണ് വന്നത് എന്ന് തനിക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അതുകൊണ്ട് പിതാവിൻ്റെ ഹിതം നിറവേറ്റണം എന്നുള്ളത് തന്നെയായിരുന്നു തൻ്റെ ഹിതം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അത്രയും ചെയ്യാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. യോഹന്നാൻ 4:34, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി ലഭിക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. മത്തായി 26:39, യേശു ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ആ സമയം തൻ്റെ ക്രൂശുമരണം അടുത്തു എന്ന് താൻ അറിഞ്ഞിരുന്നു. മനുഷ്യവർഗത്തിൻ്റെ പാപം മുഴുവനും താൻ വഹിക്കാൻ പോകുന്നു എന്ന ചിന്ത മാനസികമായിട്ട് എനിക്ക് ഭാരമായിട്ട് തോന്നി. ആ സമയത്ത് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം ഇനി ഒന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ നടക്കണം. ഞാൻ ആ സമയത്ത് വളരെയധികം വേദനയിലായി. അവിടെ ഒരു ദൂതൻ വന്ന് തന്നെ ശക്തിപ്പെടുത്തുന്നതായിട്ടാണ് നാം വായിക്കുന്നത്. കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ താൻ ഇങ്ങനെയാണ് പറഞ്ഞത്, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കണം എന്നാണ് പഠിപ്പിച്ചത്. അപ്പോൾ യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചു. പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്നത് എനിക്ക് മനസ്സിലായി. അത് പൂർണ്ണമായിട്ട് നിറവേറുവാൻ തക്കവണ്ണം താൻ ആ നിലയിൽ അനുസരിക്കുകയും ചെയ്തു. ശിഷ്യന്മാരെ ആ നിലയിൽ പഠിപ്പിച്ചു. അതുകൊണ്ട് നമുക്കും ആ കർത്താവിൻ്റെ മാതൃക തന്നെ പിൻപറ്റേണ്ടത് ആവശ്യമാണ്. കൊലോസ്യരുടെ ലേഖനത്തിൽ നാം വായിച്ചതുപോലെ നാം തികഞ്ഞവരും ദൈവഹിത സംബന്ധമാക്കുകയും പൂർണ്ണ നിശ്ചയമുള്ളവരും ആയിത്തീരേണ്ടത് ആവശ്യമാണ്. ദൈവഹിതം എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളൊരു ചോദ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവഹിതം മനസ്സിലാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ട് വരികയില്ല. എന്നാൽ പല വിശ്വാസികളും ദൈവവചനം പരിശോധിച്ച് നോക്കാതെ മറ്റ് പല മാനുഷിക രീതികളിലും ദൈവഹിതം അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പരിശ്രമങ്ങൾ പലപ്പോഴും അത് പരാജയത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ദൈവഹിതം എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ അല്പമായിട്ട് പറഞ്ഞത്. ദൈവവചനം വായിക്കണം, പഠിക്കണം, ധ്യാനിക്കണം. എങ്കിൽ മാത്രമേ ദൈവഹിതം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ പലപ്പോഴും വിശ്വാസികൾ തന്നെയും മാനുഷികമായ രീതിയിലുള്ള പല മാർഗങ്ങൾ കൂടി ദൈവഹിതം തിരിച്ചറിയാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഞാൻ ചില മാനുഷിക രീതികൾ വിശ്വാസികൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ തന്നെ ഞാൻ പറയാം.
ഒരു ചിലരത് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവഗീതം അറിയണം എന്നുള്ള ഏതൊരു വിഷയത്തെപ്പറ്റിയും ദൈവഗീതം അറിയണമെന്ന് അവർ ചിന്തിക്കുന്നു. അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് ബൈബിള് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബൈബിള് മടക്കി വെക്കും, അത് കണ്ണടച്ചുകൊണ്ട് ആ ബൈബിള് തുറക്കും. നമുക്ക് കണ്ണടച്ചുകൊണ്ട് ഏത് വാക്യത്തിൻ്റെ മേൽ നമ്മൾ കൈ തൊടുന്നുവോ ആ വാക്യമായിരിക്കും ദൈവഹിതമായിട്ട് അംഗീകരിക്കുന്നത്. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനങ്ങനെ പലപ്പോഴും ചെയ്തിട്ടുണ്ട് പണ്ട് കാലത്ത്. ഇത് ശരിയായ നിലയിൽ കാര്യം മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്താൽ ദൈവഹിതം മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഒരു ചിലർ ചെയ്യുന്നത്, ചില പ്രിയപ്പെട്ടവരൊക്കെ അങ്ങനെ ദൂരയാത്രയ്ക്കൊക്കെ പോവും, അവരെ പ്രാർത്ഥിച്ചയക്കും. എന്നിട്ട് പിന്നെ ദൈവം അവരെ സൂക്ഷിച്ചുകൊള്ളും എന്നുള്ള ഉറപ്പിന് വേണ്ടിയിട്ടാണ് അവർ പിന്നീട് ഈ ബൈബിളിനകത്ത് ഇങ്ങനെ കണ്ണടച്ചുകൊണ്ട് ഒരു വാക്യം തൊടുകയും അത് ദൈവഹിതമാണെന്ന് ചിന്തിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരാൾ ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ വാക്യം 109 സങ്കീർത്തനത്തിൻ്റെ 9-ാമത്തെ വാക്യമാണ്. അതിങ്ങനെ വായിക്കുന്നു: അവൻ്റെ മക്കൾ അനാഥരും അവൻ്റെ ഭാര്യ വിധവയുമായി തീരട്ടെ. അത് ദൈവഹിതമായിട്ട് അംഗീകരിക്കാനായിട്ട് അവർക്ക് വളരെ ബുദ്ധിമുട്ട് വന്നു. ദൈവം സൂക്ഷിക്കുമെന്നുള്ള ഒരു വാക്യത്തിന് വേണ്ടിയിട്ടാണ് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ നോക്കുന്നത്. പക്ഷേ കിട്ടുന്ന വാക്യങ്ങളൊക്കെ അതിനെതിരായിട്ടുള്ളതാണ്. അവസാനം അങ്ങനെ ശ്രമിച്ച് ഒരു വാക്യം 91-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം കിട്ടി: തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അപ്പോൾ പിന്നെ സന്തോഷമായി ദൈവം സൂക്ഷിച്ചോളൂ എന്നുള്ള സമാധാനത്തോടെ അങ്ങനെ പിന്നെ അവർ പോവുകയാണ്. പക്ഷേ ദൈവഗീതം നമുക്കങ്ങനെ മനസ്സിലാക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അതുപോലെ തന്നെ വേറൊരു സംഭവം ഞാനിങ്ങനെ വായിച്ചതാണ്. ഒരാളുടെ യെരുശലേമിലേക്ക് പോകാനായിട്ട് വളരെ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, അതിനു വേണ്ടിയിട്ട് അധ്വാനിച്ചു, പണമുണ്ടാക്കി, അങ്ങനെ തീരുമാനമെടുത്തു, ടിക്കറ്റ് വാങ്ങിച്ചു. ആ ഫ്ലൈറ്റിൻ്റെ പേര് 747 എന്നാണ്, 747. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് തോന്നി, ഞാൻ ടിക്കറ്റ് വാങ്ങിച്ചെങ്കിലും ദൈവഹിതമാണോ, ഞാൻ പോകുന്നത് തീരുമാനിച്ചെങ്കിലും അത് ദൈവഹിതമാണോ എന്നുള്ളൊരു സംശയമായി. അവൾ പിന്നെയും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഒടുവിൽ അവൾ പ്രാർത്ഥിച്ചു. അങ്ങനെ രാത്രിയിൽ കിടന്നുറങ്ങി. അന്ന് വളരെ ലേറ്റായിട്ടാണ് രാവിലെ ഉണർന്ന് നോക്കുമ്പോൾ തൻ്റെ ക്ലോക്കിലേക്ക് നോക്കി. അത് ഡിജിറ്റൽ ക്ലോക്കാണ്. അതിൽ കാണിച്ച സമയം 7:47. അപ്പോൾ അവൾ വിചാരിച്ചു, എൻ്റെ ഫ്ലൈറ്റിൻ്റെ പേര് 7:47, ഈ ടൈം കാണിച്ചതും 7:47. അപ്പോൾ ഇത് ദൈവഹിതം തന്നെയാണ്. അതുകൊണ്ടാണ് ദൈവം ഈ ക്ലോക്കിൽ കൂടെയും ആ നമ്പർ എന്നെ കാണിച്ചു തന്നത് എന്ന് ചിന്തിച്ച് അങ്ങനെ ദൈവഹിതം തീരുമാനിച്ച് ആയിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും നമുക്ക് ദൈവഹിതം അറിയാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെ പല കുറുക്കുവഴികളും വിശ്വാസികൾ തന്നെയും അങ്ങനെ ദൈവഹിതം കാണാനായിട്ട് ആ നിലയിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതല്ല ദൈവഹിതം എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പഴയ നിയമത്തിലേക്ക് നമുക്ക് നോക്കാം. അവിടെ എങ്ങനെയാണ് ദൈവഹിതം വെളിപ്പെടുത്തിയത്? പല രീതിയിൽ ദൈവം തൻ്റെ ഹിതം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആദവിനോടും ഹവ്വയോടും നേരിട്ട് സംസാരിച്ചാണ് ദൈവം തൻ്റെ കൽപ്പനകളും കൊടുത്തത്. അതുപോലെ തന്നെ നോഹയോട്, അബ്രഹാമിനോട്, ശമൂവേൽ ബാലനോടൊക്കെ നേരിട്ട് തന്നെയാണ് സംസാരിച്ചത്. എന്നാൽ പിന്നീട് പലരോടും, അബ്രഹാം, യാക്കോബ്, മനോയുടെ ഭാര്യ, ഇവരോടൊക്കെ ദൂതൻ മുഖാന്തരം ദൈവഹിതം അറിയിച്ചിട്ടുണ്ട്. പുരോഹിതന്മാർ ഊറീമും തുമ്മീമും ധരിച്ചിരുന്നു. അത് മുഖാന്തരം ദൈവഹിതം അവർ മനസ്സിലാക്കിയിരുന്നു. ചീട്ടിട്ട് ദൈവഹിതം മനസ്സിലാക്കുന്ന സമ്പ്രദായമുണ്ടായിരുന്നു. ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ വഴികാട്ടിയായിട്ടിരുന്നത് മേഘസ്തംഭവും അഗ്നിസ്തംഭവുമായിരുന്നു. പ്രവാചകന്മാർ മുഖാന്തരം ദൈവഹിതം വെളിപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ പല മാർഗങ്ങൾ കൂടി പഴയ നിയമത്തിൽ ദൈവഹിതം തിരിച്ചറിയാനായിട്ട് സാധിച്ചിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും നമുക്ക് പല മാർഗങ്ങൾ കൂടി ദൈവം ഉപയോഗിച്ച്, പല മാർഗങ്ങൾ ഉപയോഗിച്ചു എന്ന് കാണാൻ സാധിക്കും. യേശുവിൻ്റെ ജനനത്തെപ്പറ്റി കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായിട്ടാണ് ജോസഫിനോട് പറയുന്നത്. അതുപോലെ ഗബ്രിയേൽ ദൂതൻ വന്നാണ് യേശുവിൻ്റെ അമ്മയോട് യേശുവിൻ്റെ ജനനത്തെപ്പറ്റി പറയുന്നത്. വിദ്വാൻമാർ പ്രത്യേക നക്ഷത്രം കണ്ടുകൊണ്ടാണ് യേശു ജനിച്ചതെന്നും എവിടെയാണ് ജനിച്ചതെന്നും മനസ്സിലാക്കിയത്.
സെഖരിയാവ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദൂതൻ പ്രത്യക്ഷനായി നിൻ്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കുമെന്ന് പറയുന്നത്. ചീട്ടിട്ട ദൈവഹിതം കണ്ടെത്തുന്ന സമുദായം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പത്രോസിനും പൗലോസിനുമൊക്കെ ദർശനങ്ങൾ കൂടിയ ദൈവം അരുളപ്പാടുകൾ കൊടുത്തിട്ടുണ്ട്. മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ദൂതൻ മുഖാന്തരമാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതായ കാര്യം മനസ്സിലാക്കി കൊടുത്തത്. പക്ഷെ ഇന്ന് ആ രീതിയിലുള്ളതായ വെളിപ്പെടുത്തലല്ല നമുക്ക് ദൈവം തരുന്നത്. ദൈവവചനം അതിൻ്റെ മുഴുവനായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ദൈവഹിതം എന്താണെന്നുള്ളത് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. തിരുവചനത്തിൻ്റെ പ്രയോജനത്തെപ്പറ്റി 1 തിമോഥെയോസ് 3:16 നാം വായിക്കുന്നു. എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. അതുകൊണ്ട് ഇത് നമ്മുടെ വചനത്തിനെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിന് അത് പ്രയോജനം ചെയ്യുന്നു, ശാസനത്തിന് പ്രയോജനം ചെയ്യുന്നു, ഗുണീകരണത്തിന് നീതിയുടെ അഭ്യാസം എല്ലാത്തിനും പ്രയോജനം ചെയ്യുന്നതുകൊണ്ട് ദൈവം മനസ്സിലാക്കണമെങ്കിൽ നാം ദൈവവചനം വായിക്കണം, പഠിക്കണം, അത് ധ്യാനിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകണമെങ്കിൽ മാത്രമേ ദൈവത്തെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നീട് ദൈവത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ 3 രീതിയിൽ തരംതിരിച്ച് ദൈവത്തെപ്പറ്റി നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. അതാണ് ഒന്നാമത്തെ, ദൈവത്തിൻ്റെ പരമാധികാര ഹിതം, സോവറിൻ വിൽ ഓഫ് ഗോഡ്. രണ്ടാമത്, ദൈവത്തിൻ്റെ ധാർമ്മിക ഹിതം, ദ മോറൽ വിൽ ഓഫ് ഗോഡ്. മൂന്നാമത്, വ്യക്തികളെ സംബന്ധിച്ച ദൈവത്തിൻ്റെ പ്രത്യേക ഹിതം, ഗോഡ് സ്പെസിഫിക് വിൽ ഫോർ പീപ്പിൾ. അങ്ങനെ 3 രീതിയിൽ ദൈവത്തെ തിരിച്ച് പഠിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ സർവാധികാരഹിതം അല്ലെങ്കിൽ പരമാധികാരഹിതം, ദ സോവറിൻ വിൽ ഓഫ് ഗോഡ്. ഓരോ വ്യക്തിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചുമൊക്കെ ദൈവത്തിന് പ്രത്യേക പ്ലാനും പദ്ധതികളും ഒക്കെ ഉണ്ട്. ദൈവം സർവ്വത്തിനും അധികാരിയാണ്. സങ്കീർത്തനം 135:6 ഇങ്ങനെ പറയുന്നു, ആകാശത്തിലും ഭൂമിയിലും സമുദ്രങ്ങളിലും എല്ലാ ആഴങ്ങളിലും യഹോവ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. യഹോവ അത് സർവാധികാരിയായതുകൊണ്ട് സകലത്തിൻ്റെയും നിയന്ത്രണം തൻ്റെ കയ്യിലായതുകൊണ്ട് തനിക്കിഷ്ടമുള്ളതൊക്കെയും തനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ദൈവത്തോട് നീ എന്തിനിങ്ങനെ ചെയ്തു, എന്തിനിങ്ങനെ എനിക്ക് രോഗം തന്നു, എന്തിന് എനിക്കിങ്ങനെ ദുഃഖം തന്നു എന്ന് നമുക്ക് ചോദിക്കാനായിട്ടുള്ള ഒരു അവകാശം നമുക്ക് ഇല്ല. അതിനെ അംഗീകരിക്കുക മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ദാനിയേലിൻ്റെ പുസ്തകം 4:35, അവൻ സർവ്വ ഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു, സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവൻ്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല. നമുക്ക് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും, എന്നാൽ ദൈവികമാണെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ പരമാധികാരത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളെല്ലാം നടക്കുന്നത്, സംഭവിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്തുകൊണ്ട് ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചു എന്നുള്ളത്. അതിനു മുമ്പേ നമുക്ക് മനസ്സിലാകുകയില്ല നമ്മളിങ്ങനെ എന്തുകൊണ്ടാണ് എന്നെ ഈ നിലയിൽ കഷ്ടപ്പെടുത്തുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഇത്രമാത്രം വേദന അനുഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് ചോദിക്കും. പക്ഷേ ദൈവം അതിന് മറുപടി പറയുകയില്ല. അവസാനം തൻ്റെ ആ പരീക്ഷണഘട്ടം കഴിഞ്ഞു കഴിയുമ്പോഴാണ് എന്തുകൊണ്ടാണ് എന്നുള്ളതിന് ഉത്തരം പലപ്പോഴും ലഭിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ഇയ്യോബിൻ്റെ ജീവിതത്തെപ്പറ്റി നമുക്ക് പഠിക്കാം. ഇയ്യോബിൻ്റെ ജീവിതത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം തന്നെ നല്ലൊരു സാക്ഷ്യമാണ് ഇയ്യോബിനെ പറ്റി പറഞ്ഞത്. താൻ നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദൈവഭക്തനാണ്, ദോഷമിട്ടകലുന്നവനാണ് എന്നൊക്കെ വലിയ സാക്ഷ്യമാണ് ഇയ്യോബിനെ പറ്റി പറഞ്ഞത്. എന്നാൽ പിന്നീട് തൻ്റെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നതൊക്കെയും ഒരു ദുഷ്ടന് സംഭവിക്കുന്ന പോലെയുള്ള കാര്യങ്ങളായിട്ടാണ്
അത് അത് തൻ്റെ കൂട്ടുകാർക്ക് തോന്നിയത് അതുപോലെ തന്നെയാണ് എല്ലാവർക്കും ആ നിലയിലാണ് തന്നെപ്പറ്റി മനസ്സിലാക്കിയത്. എന്നാൽ ഇയ്യോബ് എങ്ങനെയാണ് പ്രതികരിച്ചത്? താൻ തൻ്റെ മക്കൾക്ക് വേണ്ടി അവർ പാപം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി അവനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ന്യൂസ് വരുന്നത്, തൻ്റെ വേലക്കാർ നഷ്ടപ്പെട്ടു, തൻ്റെ മൃഗസമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു, തൻ്റെ 5 മക്കളും 5 മരുമക്കളും അവരുടെ കൊച്ചുമക്കളും എല്ലാം മരണത്തിനിരയായി എന്നുള്ള വാർത്തയൊക്കെ ലഭിക്കുന്നത്. പക്ഷേ ഇയ്യോബ് എന്താണ് പറഞ്ഞത്? ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവനൊരു ദൈവഭക്തനായിരുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുവാനായിട്ട് സാധിച്ചത്. നമ്മളൊക്കെ ആ അവസ്ഥയിലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ പ്രതികരിച്ചേനെ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേണ്ടത് ആവശ്യമാണ്. അപ്പം ദൈവം നമ്മുടെ ജീവിതത്തിൽ തൻ്റെ അധികാരത്തിൽ പല കാര്യങ്ങളും ചെയ്തെന്ന് വരും. എന്നാൽ അതിൻ്റെ അവസാനം പിന്നീട് ഇയ്യോബ് ആ സമയത്തൊന്നും കഷ്ടങ്ങൾ കൂടി പിന്നെയും വളരെയധികം കഷ്ടത അനുഭവിച്ചു. അത് അനുഭവിക്കുമ്പോഴൊന്നും എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ അനുവദിച്ചു എന്നുള്ളതിന് ഉത്തരം കിട്ടിയിട്ടില്ല. എന്നാൽ അവസാനം 42-ാം അധ്യായം ഇയ്യോബിൻ്റെ പുസ്തകം 42-ൻ്റെ 2, 5, 6 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇയ്യോബ് എനിക്കത് മനസ്സിലായി എന്ന് അത് കാണാനായിട്ട് സാധിക്കും. നിനക്ക് സകലവും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശമൊക്കെ അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്നു. ഇയ്യോബ് തന്നെ പിന്നെ ചിന്തിച്ചിരുന്ന താൻ നീതിമാനാണ്, താൻ വിശ്വസ്തനാണ്, സത്പ്രവൃത്തികൾ ചെയ്യുന്നവനാണ്, താൻ ഒരു ദോഷവും ചെയ്യുന്നവനല്ല. ഞാൻ ആ നിലയിൽ തന്നെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞു. പക്ഷേ ദൈവം കുറേ ചോദ്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഇയ്യോബിന് ഉത്തരം മുട്ടിപ്പോയി, ഒന്നും പറയാനില്ലാതെയായി. ദൈവത്തിൻ്റെ മഹത്വത്തെ താൻ കാണുവാനായിട്ട് സാധിച്ചു. പറയുന്നത്, ഞാനൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദൈവം എത്ര മഹത്വവാനാണ്, അവൻ എത്ര വലിയവനാണ്. അപ്പോൾ അങ്ങനെ മഹത്വത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ താൻ എന്താ ചെയ്തത്? തന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്നു. അപ്പോൾ ദൈവം ചില സന്ദർഭങ്ങളിൽ തൻ്റെ അധികാരത്തിൽ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ അനുവദിക്കും. അതിൻ്റെ അവസാനമായിരിക്കും നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കുന്നതും നമ്മളെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ ആരുമല്ല എന്നുള്ളത് മനസ്സിലാക്കി ദൈവത്തിനെ താഴുവാൻ തക്കവണ്ണം അത് മുഖാന്തരം ഇടയാക്കുകയും ചെയ്യും. കഷ്ടതയിൽ കൂടി കടന്നു പോയതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ ഇയ്യോബ് മനസ്സിലാക്കി. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിൻ്റെ പരമാധികാരത്തിന് കീഴടങ്ങിക്കൊണ്ട് തന്നെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കും നമുക്കെപ്പോഴും വേണ്ടത്. പക്ഷേ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? നമുക്കിഷ്ടമുള്ള രീതിയിൽ പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ പറയും, ദൈവമേ ഞാൻ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നന്നായിട്ട് നടക്കുവാൻ എന്നെ സഹായിക്കണമേ. അപ്പോൾ നാം പ്ലാൻ ചെയ്തു, നമുക്ക് അത് അനുഗ്രഹമാക്കി തീർക്കണം. ദൈവത്തിന് അവിടെ ഒരു പ്രസക്തിയും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് കഴിയും, പക്ഷേ ദൈവത്തെ നമുക്ക് അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ ഒരു കോളേജിൽ ഇഷ്ടമുള്ളൊരു കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹിച്ചു. എന്നിട്ട് ആ നിലയിൽ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക, എനിക്കിഷ്ടമുള്ള കോളേജ് ഇതാണ്, കർത്താവേ എനിക്ക് ഈ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടണം. പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെ പ്രാർത്ഥിക്കും? നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ എനിക്ക് ഈ കോളേജിൽ പോകാനാണ് ഇഷ്ടം, എന്നാൽ അവിടുത്തെ ഇഷ്ടം എന്താണോ അത് എനിക്ക് കാണിച്ചു തരണേ, ആ ഇഷ്ടത്തിന് ഞാൻ വഴങ്ങിക്കൊള്ളാം, ആ ഇഷ്ടം ഞാൻ എൻ്റേതായിട്ട് എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നാം ദൈവത്തിൻ്റെ പരമാധികാരത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രാർത്ഥനയിൽ കൂടി ദൈവത്തിൻ്റെ പരിപാടികൾക്കും ദൈവത്തിൻ്റെ പരമാധികാരത്തിനും നാം കീഴ്പ്പെടുന്നവർ ആയിത്തീരുകയും ചെയ്യും. രണ്ടാമതായിട്ട്
ദൈവത്തിൻ്റെ ധാർമ്മിക ഹിതം, ദ മോറൽ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്വഭാവത്തിനും ദൈവത്തിൻ്റെ പരിപാടിക്കും അനുസരണമായി ജീവിക്കാൻ സഹായമായ ദൈവിക പ്രമാണങ്ങളെയാണ് ദൈവത്തിൻ്റെ ധാർമ്മിക ഹിതം എന്ന് പറയുന്നതിന്. ദൈവത്തിൻ്റെ ധാർമ്മിക ഹിതമാണ് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 10 കൽപ്പനകളായിട്ട് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അവിടെ ദൈവത്തോടുള്ള ബന്ധത്തിലും മനുഷ്യരോടുള്ള ബന്ധത്തിലും ഭൗമികമായ വസ്തുക്കളുടെ ബന്ധത്തിലൊക്കെ പാലിക്കേണ്ട പ്രമാണങ്ങളെയാണ് 10 കൽപ്പനകളായിട്ട് അവിടെ തന്നിട്ടുള്ളത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ കൽപ്പനകളൊക്കെ കുറേ കൂടി വിശദമായ രീതിയിൽ നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പനയാണ് ഏറ്റവും വലുത് എന്ന ചോദ്യത്തിന് യേശു പറഞ്ഞ മറുപടി, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇത് ആണ് വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ ന്യായപ്രമാണം പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. അതുതന്നെയാണ് ഈ 10 കൽപ്പനയിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് പറയുമ്പോൾ കുറേ കൂടെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതായത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധവും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ഉണ്ടാക്കിയ മനുഷ്യരുമായിട്ടുള്ള ബന്ധവും നാം സേവിക്കുന്ന നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധമൊക്കെ ശരിയായ നിലയിൽ പോകണമെന്നതാണ്. ദൈവം വിശുദ്ധനാണ്, അതുകൊണ്ട് നാമും വിശുദ്ധമായിട്ട് തന്നെ ജീവിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതും പുതിയ നിയമത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ വിശുദ്ധരായിട്ട് ജീവിക്കുന്നതിന് അതിന് സഹായമായ രീതിയിലുള്ള പ്രമാണങ്ങളാണ് ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിന് അങ്ങനെയുള്ള പ്രമാണങ്ങളെയൊക്കെ ധാർമ്മിക ഹിതം എന്ന രീതിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവവചനത്തിൽ വെളിപ്പെടുത്തി തന്നിട്ടുള്ളതായ ഈ ധാർമ്മിക ഹിതങ്ങൾ നമ്മൾ അത് അനുസരിക്കേണ്ടതാണ്. അനുസരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം തന്നിട്ടുള്ളത്. എന്നാൽ പലപ്പോഴും നമുക്ക് ഈ പ്രമാണങ്ങളൊക്കെ അറിയാമെങ്കിലും നാം അത് അനുസരിക്കാതെ പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകം 20-ന്റെ 6 എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. 112-ാം സങ്കീർത്തനം 1-2 അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ്റെ സന്തതി ഭൂമിയിൽ വിലപ്പെട്ടിരിക്കും, നേരിലുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചാൽ നാം മാത്രമല്ല നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുവാൻ നോക്കണം ഇടയാകും. 119-ാം സങ്കീർത്തനം മുഴുവനും വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നാം എല്ലാവരും ദൈവത്തിൻ്റെ വചനം പ്രാധാന്യം മനസ്സിലാക്കുന്നവരാണ്. എന്നാൽ വചനത്തിലെ പ്രമാണങ്ങളെ അനുസരിച്ച് ദൈവേഷ്ടം ചെയ്യുന്നത് എങ്കിൽ മാത്രമേ നമ്മെ അവിശ്വസ്തരാണ് എന്ന് ദൈവം നമ്മളെപ്പറ്റി പറയുകയുള്ളൂ. നമ്മുടെ ഈ പല ചെറുപ്പക്കാരിലും കാണുന്ന തെറ്റായ ഒരു പ്രവണതയുണ്ട്. അത് വിവാഹത്തോടുള്ള ബന്ധത്തിലാണ്. തെറ്റായ തീരുമാനങ്ങൾ അവിടെ നിന്ന് എടുക്കാറുണ്ട്. വിശ്വാസികൾ ആരെയും വിവാഹം കഴിക്കണം, ആരെയും വിവാഹം കഴിക്കാൻ പാടില്ല എന്ന വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ ധാർമ്മിക ഹിതത്തിൽപ്പെട്ട പ്രമാണങ്ങളായിട്ട് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 6-14-15 നിങ്ങൾ അവിശ്വാസികളുമായി ഇണയെല്ലാം കൂടരുത്, വിശ്വാസിക്ക് അവിശ്വാസ്യമായി എന്താ ഓഹരി. 1 കൊരിന്ത്യർ 7-39 ഭർത്താവ് മരിച്ചുപോയാൽ തനിക്ക് മനസ്സുള്ളവരുമായി വിവാഹം കഴിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, കർത്താവിൽ വിശ്വസിക്കുന്നവരുമായി മാത്രമാകാവൂ. അപ്പോൾ വിവാഹത്തെപ്പറ്റി എത്ര വ്യക്തമായിട്ടാണ് ഈ വചനത്തിൽ പറയുന്നത്. എന്നിട്ടും എത്ര വിശ്വാസികളാണ് ഈ ബൈബിളിൻ്റെ വചനത്തെ ധിക്കരിച്ചുകൊണ്ട് അവിശ്വാസികളെയും വിഗ്രഹാരാധികളെയും നിരീശ്വരവാദികളെയും ഒക്കെ വിവാഹം കഴിക്കുന്നത്. ദൈവഹിതം അറിയാത്തത് കൊണ്ടല്ല, അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പാപം ചെയ്യുന്നത്. എനിക്കറിയാം, പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയാം ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന്, പക്ഷെ ഞാനത് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നത് അവർ തന്നെയാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കിയില്ല. ഞാൻ കണ്ടിട്ടുള്ളതും ചില ഉദാഹരണങ്ങൾ പറയാം. രക്ഷിക്കപ്പെട്ടതായുള്ള ഒരു വിശ്വാസി യുവാവ് സഭയിൽ വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരാളാണ്, സ്ഥാനപ്പെട്ട ആളാണ്. പക്ഷേ ഒരു ഹിന്ദു യുവതിയുമായിട്ട് അടുപ്പത്തിലായി. അവളെ വിവാഹം കഴിച്ചതിന് ശേഷം
അവർക്ക് ഒരു തീരുമാനമെടുത്തു, ഞങ്ങൾക്ക് മക്കളെ വേണ്ട. എന്തുകൊണ്ടാണ് തീരുമാനം എടുത്തതെന്ന് വെച്ചാൽ, മക്കളുണ്ടായാൽ ആരുടെ വിശ്വാസപ്രകാരമാണ് മക്കളെ വളർത്തുന്നതെന്നുള്ളതിനെ സംബന്ധിച്ച് അവർ തമ്മിൽ ആശയക്കുഴപ്പമുണ്ടായി. ഹിന്ദു മതത്തിൻ്റെ രീതിയിൽ വളർത്തണോ അതോ ക്രിസ്ത്യാനിയുടെ രീതിയിൽ ബൈബിളിൻ്റെ അനുസരിച്ച് വളർത്തണോ എന്നുള്ള ചോദ്യത്തിന് അവർക്ക് ഉത്തരം ഇല്ലാതെയായി. അതുകൊണ്ട് അവർ തീരുമാനിച്ചു, ഞങ്ങൾക്ക് മക്കളെ വേണ്ട. അതുകൊണ്ട് അവർക്ക് മക്കളില്ലാത്തവരായിട്ട് അവർ ജീവിക്കുകയാണ് ചെയ്യുന്നത്. മക്കൾ മുഖാന്തരം ഉണ്ടാകുന്ന ആ ബ്ലെസ്സിങ്സ് അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചില്ല. അവരുടെ മാതാപിതാക്കൾക്കും തലമുറകളെ കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചില്ല. വേറെ ഒരു പെൺകുട്ടി വിശ്വാസിയാണ്. അവൾ ഇതുപോലെ വേറൊരു അവിശ്വാസിയുമായിട്ട് അടുപ്പത്തിലായി. അവരുടെ മാതാപിതാക്കൾ വളരെ അവളെ ഉപദേശിച്ചു, മൂപ്പന്മാർ വളരെയധികം ഉപദേശിച്ചു. ഇത് ചെയ്യരുത്, ചെയ്താൽ നിനക്ക് ദോഷമാണ് എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് അവിശ്വാസികളെ വിവാഹം കഴിച്ചത്, അവരൊക്കെ നന്നായിട്ട് തന്നെ ജീവിക്കുന്നത്, അതുകൊണ്ട് എനിക്കൊരു ദോഷവും വരികയില്ല. അവരെ വിവാഹം കഴിച്ചു. ചില നാളുകൾ കഴിഞ്ഞു, കുട്ടികളൊക്കെ ഉണ്ടായി. പിന്നീട് ഈ അവിശ്വാസിയായിട്ടുള്ള ഭർത്താവ് മദ്യപാനിയായിട്ട് തീർന്നു. താൻ ജോലിക്ക് പോകാതെയായി. അതുകൊണ്ട് പിന്നെ ഭാര്യയ്ക്ക് ജോലിക്ക് പോകേണ്ടതായിട്ട് വന്നു. അവൾ വീട്ടുകാര്യം നോക്കണമെന്ന് മാത്രമല്ല, അവൾക്ക് തൻ്റെ ഭർത്താവിന് മദ്യപാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണം കൂടി സമ്പാദിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു. ഒടുവിൽ ശാരീരികമായിട്ടുള്ള ഉപദ്രവം തുടങ്ങി. അങ്ങനെ അവർ ഡിവോഴ്സായി. രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിലായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഇത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ച് മറുത്ത് ആ നിലയിൽ വിവാഹം കഴിച്ചതിൻ്റെ പ്രത്യാഘാതമാണ് അതൊക്കെ. അതുകൊണ്ട് നമ്മൾ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. സഭായോഗങ്ങളെ അലക്ഷ്യമാക്കരുത് എന്നൊരു കൽപ്പന ഉണ്ട്. അപ്പോൾ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 24-25 ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ അപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിന് സൽപ്രവൃത്തിക്ക് ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുവിൻ. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും നാം അധികമായിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ പലരും സഭായോഗങ്ങളെ ചെറിയ ചെറിയ കാര്യങ്ങൾ മുഖാന്തരം സഭായോഗങ്ങളെ അപേക്ഷിക്കും. ഒരു ചെറിയൊരു ജലദോഷം വന്നാൽ മതി, ഞാനിന്ന് സഭായോഗത്തിന് പോകുന്നില്ല എന്ന് പറയും. എന്നാൽ സഭായോഗത്തിന് പ്രാധാന്യം കൊടുത്ത് ഒരു മനുഷ്യനെ പറ്റി ഞാൻ പറയാം. അവൻ ദൈവത്തെ മാനിച്ചത് മുഖാന്തരം ദൈവം അവനെ മാനിച്ച് അത് അനേകർക്ക് ഉത്സാഹത്തിന് കാരണമാക്കി നിർത്തി എന്നുള്ള ഒരു സംഭവ കഥയാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും. എറിക് ലിഡിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി, ഒരു ഒളിമ്പിക്സ് ഓട്ടക്കാരനെ പറ്റി. അദ്ദേഹം ഉൾപ്പെട്ടിരുന്ന സഭയിലെ ഒരു ശുശ്രൂഷകനായിരുന്നു. അതേസമയം തന്നെ വലിയ ഓട്ടക്കാരനുമായിരുന്നു. ഒളിമ്പിക്സിൽ തനിക്ക് ഓട്ടത്തിന് സെലക്ഷൻ കിട്ടണമെന്ന് വളരെയധികം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്തു. അങ്ങനെ 1924 സ്കോട്ട്ലൻഡ് രാജ്യത്തെ പ്രതിനിധീകരിച്ച് ഒളിമ്പിക്സിൽ ഓടാൻ സെലക്ഷൻ കിട്ടി. പക്ഷേ എന്ത് സംഭവിച്ചു? ഓട്ട മത്സരം നടക്കുന്നത് ഒരു ഞായറാഴ്ച ദിവസമാണ്. അവന് വലിയ വിഷമമായി. ഇതുവരെയും അവനൊരു ഞായറാഴ്ചയും മുടക്കിയിട്ടില്ല. ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് തനിക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പോഴിതാ ഈ ഒളിമ്പിക്സ് മത്സരം താൻ വളരെയധികം ആഗ്രഹിച്ച് കിട്ടിയൊരു അവസരമാണ്. താൻ എന്തു ചെയ്യും എന്ന് വളരെ വിഷമിച്ചു. അവസാനം അവനൊരു തീരുമാനമെടുത്തു. ഞാനൊരു ഗോൾഡ് മെഡൽ വാങ്ങിച്ച് ഈ ലോകത്തിൽ വലിയവനായിട്ട് അനേകരുടെ കയ്യടി വാങ്ങിച്ച് അങ്ങനെ ലോകത്തിൻ്റെ ആ രീതിയിലേക്ക് പോകുന്നതാണോ നല്ലത്, അതോ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട് സമയമെടുത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുകയാണോ ചെയ്യേണ്ടത് എന്ന് താൻ ചിന്തിച്ചു. അവസാനം തീരുമാനമെടുത്തു, ഞാൻ ലോകത്തിന് വേണ്ടി അങ്ങനെ കയ്യടി വാങ്ങിക്കാനായിട്ട് പോകുന്നില്ല. എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാനൊരു തീരുമാനമെടുക്കുകയാണ് പോവുകയാണ്. ഞാൻ സഭായോഗത്തിന് പോയി ദൈവത്തെ ആരാധിക്കും. ഞാൻ ഈ സെലക്ഷൻ ഞാൻ വളരെ ആഗ്രഹിച്ചതാണ്, പക്ഷേ ഞാൻ ഈ ഓട്ടത്തിന് ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു
കൂട്ടുകാരൻ വന്ന് ചോദിച്ചു, നീ ഈ തീരുമാനമെടുത്തത് നിനക്ക് ദുഃഖമുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ദുഃഖമുണ്ട്, എന്നാൽ ഞാൻ ശരിയായ തീരുമാനമാണ് എടുത്തത് എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്, അതിനൊരു സംശയമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ദൈവം അവനെ മാനിക്കുന്നതായിട്ട് പിന്നീട് കാണാം. പിന്നീട് അവന് 400 മീറ്റർ ഓട്ട മത്സരത്തിൽ സെലക്ഷൻ കിട്ടി. ഒളിമ്പിക്സിൽ തന്നെ അവന് അതിന് ഓടുവാനായിട്ട് അവസരം ലഭിച്ചു. പക്ഷേ അവിടെ ഗോൾഡ് മെഡൽ കിട്ടുമെന്ന് വലിയൊരു ആശയമൊന്നും അവനില്ലായിരുന്നു. പക്ഷേ ദൈവം അതിശയകരമായിട്ട് അവിടെ പ്രവർത്തിച്ചു, അവന് ഗോൾഡ് മെഡൽ ലഭിച്ചു. അങ്ങനെ ദൈവത്തെ അവൻ മാനിച്ചത് മുഖാന്തരം ഒരു നഷ്ടവും അവനുണ്ടായിട്ടില്ല. ദൈവത്തെ മാനിച്ചത് മുഖാന്തരം ദൈവം അവനെ മാനിച്ചതായിട്ട് നമുക്ക് കാണാനാണ് സാധിക്കും. ഉന്നതമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. എറിക്കിന് അങ്ങനെ ഒരു വില കൊടുത്തു. അതുകൊണ്ട് എറിക്കിൻ്റെ തീരുമാനം ദൈവനാമ മഹത്വത്തിനും മറ്റുള്ളവരുടെ ഉത്സാഹത്തിനും കാരണമായിട്ട് തീർന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ധാർമ്മികത എന്താണെന്ന് വചനത്തിൽ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് നാം അനുസരിച്ചാൽ അതിൻ്റെ അനുഗ്രഹം നമുക്ക് തന്നെയാണ് ലഭിക്കുന്നത്. മൂന്നാമത്തേത് വ്യക്തിപരമായ ദൈവഹിതം, സ്പെസിഫിക് വിൽ ഓഫ് ഗോഡ്. ഇപ്പം നമ്മൾ ദൈവത്തിൻ്റെ പരമാധികാരത്തെപ്പറ്റി, ധാർമ്മിക ഹിതത്തെപ്പറ്റിയും നമ്മൾ ചിന്തിച്ചു. ഇനി ഓരോ വ്യക്തിയെ സംബന്ധിച്ചുള്ള ദൈവഹിതം ഉണ്ട്, അതിനെപ്പറ്റി ചിന്തിക്കാം. നമ്മളെ ജീവിതത്തെപ്പറ്റി ദൈവത്തിന് ഓരോരുത്തരെ പറ്റിയും ഓരോ ഹിതമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ദൈവത്തിന് ഏറ്റവും പ്രയോജനകരമായിട്ട് നമ്മൾക്ക് തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ അതിൻ്റെ ഒരു മാർഗം നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം മനസ്സിലാക്കുന്നതിനുള്ള ഒരു മാർഗം നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ കൃപാവരങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കൃപാവരങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്കത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. നമുക്ക് ആ നിലയിൽ അത് മറ്റുള്ളവർക്കും പ്രയോജനം ചെയ്യും, നമുക്കും തന്നെ പ്രയോജനം ചെയ്യാനായിട്ട് സാധിക്കും. കൃപാവരങ്ങളെ പറ്റി റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിലും 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയാനായിട്ട് പോകുന്നില്ല. ചില കൃപാവരങ്ങളെപ്പറ്റി മാത്രം ഞാനിങ്ങനെ മെൻഷൻ ചെയ്യാം. ശുശ്രൂഷ വരമുള്ളവരുണ്ട്, കരുണ ചെയ്യുന്നതിനുള്ള വരമുള്ളവർ, ദാനം ചെയ്യാനുള്ള വരമുണ്ട്, അതിസൽക്കാരം ചെയ്യാനുള്ള വരമുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള വരങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഓരോ വിശ്വാസിയുടെയും കൃപാവരം എന്താണ് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? ചില മാർഗങ്ങൾ മാത്രം ഞാൻ പറയാം. ഏത് വരമാണോ ദൈവം നമുക്ക് തരുന്നത് അത് പ്രകാശിപ്പിക്കാനുള്ള അവസരം ദൈവം നമുക്ക് തരും. അപ്പോൾ ആ അവസരം ലഭിക്കുമ്പോൾ നാം അത് എങ്ങനെ പ്രയോജനപ്പെടുത്തും എന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ശുശ്രൂഷയ്ക്കുള്ള വരം ഉള്ള ഒരാളാണെങ്കിൽ ആരും പറയാതെ തന്നെ എവിടെ ശുശ്രൂഷയ്ക്കുള്ള അവസരം ലഭിക്കുമോ അവിടെ മുന്നിൽ അവർ കാണും. ആരും അവരോട് പറയണ്ട, ആരും അവരെ ഉന്തിത്തള്ളി വിടണ്ട, അവർക്കൊരു വെറുപ്പും ഇല്ല. അവർ വളരെ സന്തോഷമായിട്ട് അത് ചെയ്യും. അതുപോലെ തന്നെ ദാനം ചെയ്യാനുള്ള വരമുള്ളവർ ഏത് അവസരം കിട്ടിയാലും അവർക്കുള്ളത് കൊണ്ട് അവർക്ക് എന്ത് സഹായം ചെയ്യാനും അവർ സന്നദ്ധരായിരിക്കും. പിന്നീട് അതിസൽക്കാരം വരമുള്ളവരോ എത്ര പേര് വീട്ടിൽ വന്നാലും അവർക്ക് യാതൊരു പരാതിയില്ല, ഒരു പരിഭവമില്ല. അവർക്ക് പരിഭവമുള്ളത് എപ്പോഴാണെന്നറിയാമോ? വീട്ടിലാരും വരാതെ ഇരിക്കുമ്പോഴാണ് അവർക്ക് പിന്നെ പരിഭവമുള്ളത്. അങ്ങനെയുള്ളവർക്ക് അതിസൽക്കാരം ചെയ്യാനുള്ള ഒരു വരമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് മറ്റുള്ളവർ നമ്മുടെ ശുശ്രൂഷകൾ കണ്ടിട്ട് അവർ നമ്മളെ അഭിനന്ദിക്കുന്നുണ്ടോ, നമ്മളെ ഉത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കിയാൽ നമ്മുടെ കൃപാവരത്തെപ്പറ്റി കുറച്ചുകൂടെ നമുക്ക് ബോധ്യത കിട്ടും. നാം ചെയ്യുന്ന ശുശ്രൂഷ മുഖാന്തരം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ചില കാര്യങ്ങൾ മാത്രം ഞാൻ അങ്ങനെ പറയുകയാണ്, കൃപാവരങ്ങൾ മനസ്സിലാക്കുവാനുള്ള ചില മാർഗങ്ങൾ. പിന്നെ നമുക്ക് സഭയിലെ മൂപ്പന്മാരോട് ഒക്കെ ചോദിക്കാം, നമ്മുടെ കൃപാവരങ്ങൾ എന്തെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കാമെന്ന് ചോദിക്കാനായിട്ട് സാധിക്കും. ചില സന്ദർഭങ്ങളിൽ ധാർമ്മികമല്ലാത്ത കാര്യങ്ങളിലും തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വചനത്തിലെ പൊതു പ്രമാണങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മളവിടെ തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്.
ഉദാഹരണത്തിന് ഒരാൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ 2 സ്ഥലത്തു നിന്നും ജോലിക്ക് ഓഫർ വന്നു. ഒരു സ്ഥലത്ത് നല്ല ശമ്പളം, പക്ഷേ ഞായറാഴ്ച ദിവസം ഓഫില്ല, സഭായോഗത്തിന് പോകാൻ സാധിക്കില്ല. ഒരു സ്ഥലത്ത് ശമ്പളം കുറവ്, പക്ഷേ ഞായറാഴ്ച ദിവസം ഓഫാണ്, സഭായോഗത്തിന് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഏത് ജോലി സ്വീകരിക്കണം എന്നുള്ളൊരു തീരുമാനം നമുക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് തീരുമാനം എടുക്കും? ദൈവത്തിന് 1-ാം സ്ഥാനം നമ്മൾ കൊടുക്കുന്നെങ്കിൽ ശമ്പളം കുറവാണെങ്കിലും ഞായറാഴ്ച ഓഫുള്ള ആ ജോലി സ്വീകരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അങ്ങനെ ചെയ്താൽ ദൈവം നമുക്ക് പിന്നീട് നമ്മുടെ ജോലിയിൽ ഉയർച്ച തരികയോ എങ്ങനെയോ നമ്മുടെ ആവശ്യങ്ങൾ ദൈവം നടത്തി തരികയും ചെയ്യും. അങ്ങനെ ദൈവകൽപ്പനകൾ നമ്മൾ എന്തെന്ന് മനസ്സിലാക്കുകയും അത് അനുസരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഭൗമിക നന്മകൾക്കല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുകയും അതോടുകൂടി ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ദൈവഹിതപ്രകാരം തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ചില മാർഗങ്ങൾ കൂടി പറഞ്ഞു തരാം. എല്ലാത്തിനും വചനമായിരിക്കണം ഏറ്റവും വലിയ ഗൈഡായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ വചനം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. 119 സങ്കീർത്തനത്തിൽ 11 പറയുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. 119:9 ബാലൻ നിൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. അപ്പോൾ വചനം നമ്മൾ വായിക്കണം, പഠിക്കണം, നമ്മുടെ ഹൃദയത്തിൽ അത് സംഗ്രഹിക്കണം, നമ്മൾ മനഃപ്പാഠമാക്കണം. അങ്ങനെയെങ്കിൽ പാപം ചെയ്യാതെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധമായിട്ട് കൊണ്ടുനടക്കാനായിട്ട് സാധിക്കും. സ്വന്തം ബുദ്ധിയിലും വിവേകത്തിൽ നമ്മൾ ആശ്രയിക്കാതെ യഹോവയെ തന്നെ ആശ്രയിക്കണം. സദൃശവാക്യം 3:5 പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. മാതാപിതാക്കളുടെ പ്രബോധനവും ഉപദേശങ്ങളും നിരസിക്കരുത്. സദൃശവാക്യം 1:8 മകനെ അപ്പൻ്റെ പ്രബോധനം കേൾക്കുക, അമ്മയുടെ ഉപദേശം വീക്ഷിക്കുകയും വരുത്. വേർപാട് പുലർത്തേണ്ടടുത്ത് വേർപാട് പുലർത്തണം. അതായത് പറഞ്ഞതുപോലെ അവിശ്വാസികളുമായിട്ടുള്ള ഇണയില്ലാപ്പണ കൂടരുത്. പിന്നീട് ആത്മീയ പക്വതയുള്ളവരുടെ ആലോചന നമ്മൾ നിരസിക്കരുത്. ഗോഡ്ലി കൗൺസിലിംഗ്. സദൃശവാക്യം 15:22 ആലോചനയില്ലാഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു, ആലോചനക്കാരുടെ ബഹുത്വത്താലോ അവ സാധിക്കും. പിന്നീട് സഹോദരന്മാരുടെ ഐക്യത്തോടുകൂടിയ പ്രാർത്ഥന വളരെ ആവശ്യമാണ്. മത്തായി സുവിശേഷം 18:19 ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിന് ഐക്യമെത്തപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്നും അവർക്ക് ലഭിക്കും. ഞാനിവിടെ ഞങ്ങളെപ്പറ്റി തന്നെ ഞങ്ങൾ ചിന്തിച്ചു. ഞങ്ങൾ അമേരിക്കയിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് പോരണമോ അതോ ആഫ്രിക്കയിലേക്ക് പോകണോ എന്നുള്ള ഒരു ചോദ്യം അന്നുണ്ടായി. എവിടേക്കാണ് ദൈവം ഞങ്ങളെ വിളിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിയാൻ ആയിട്ട് ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ സഭയിലെ മൂപ്പന്മാർ പറഞ്ഞു, നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാം, അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പന്മാരും ചായനുമൊക്കെ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം അവർ എല്ലാവരും ഒരുപോലെ പറഞ്ഞത്, നിങ്ങൾ ഇന്ത്യയിലേക്ക് തന്നെ, നിങ്ങളുടെ മാതൃസ്ഥലത്തേക്ക് തന്നെ പോകണം, അവിടെ പോയി വേല ചെയ്തതിന് ശേഷം ദൈവം നിങ്ങളെ പിന്നെ ആഫ്രിക്കയിലേക്ക് അയക്കുന്നുവെങ്കിൽ നിങ്ങൾ അവിടേക്ക് പോവുക, അതാണ് ദൈവഹിതം എന്നാണ് ഞങ്ങൾക്കൊക്കെയും ബോധ്യമായതെന്ന്. അങ്ങനെ ആണ് ഞങ്ങൾ ആ തീരുമാനമെടുത്തു. അതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് തന്നെ വരുവാൻ ഇടയായതും ഞാൻ ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നതും ആ ദൈവഹിതം മനസ്സിലാക്കിയതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഈ മാർഗനിർദ്ദേശങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എന്നാൽ അതോടൊപ്പം തന്നെ നാം ചില ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കുന്നത് നല്ലതാണ്. എൻ്റെ തീരുമാനം ദൈവവചനത്തിൻ്റെ കൽപ്പനകളുടെ ആയിട്ട് പോരുന്ന തീരുമാനമാണോ എന്ന് നാം ചോദിക്കണം. ഞാൻ എടുത്ത തീരുമാനം ദൈവ കൽപ്പനകളുമായിട്ട് യോജിച്ചു പോകുന്നുണ്ടോ? എൻ്റെ കൃപാവരമായിട്ട് യോജിച്ചു പോകുന്നുണ്ടോ? തീരുമാനം മുഖാന്തരം ദൈവനാമം മഹത്വപ്പെടുമോ?
നല്ല മനസ്സാക്ഷിയോടുകൂടി തീരുമാനം എടുക്കാൻ സാധിക്കുമോ? സഭയിലുള്ള വിശ്വാസികൾ ഇതിനെപ്പറ്റി എന്ത് പറയുന്നു? തീരുമാനം എൻ്റെ സാക്ഷ്യത്തെ ബാധിക്കുമോ? എൻ്റെയും മറ്റുള്ളവരുടെയും ആത്മീയ ഉത്സാഹത്തിനത് കാരണമാകുമോ? കർത്താവ് എൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഞാൻ ഈ തീരുമാനം എടുക്കുമോ? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നാം നമ്മോട് തന്നെ ചോദിക്കണമെങ്കിൽ നമുക്ക് പല രീതിയിലും നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവത്തെപ്പറ്റിയും ദൈവഹിതമനുസരിച്ച് തീരുമാനം എടുക്കുന്നതിനെ പറ്റിയും ആണ് നമ്മൾ ചിന്തിച്ചത്. 3 തരത്തിലുള്ള ദൈവഹിതത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ചു. ദൈവത്തിൻ്റെ പരമാധികാരഹിതം, ദൈവത്തിൻ്റെ ധാർമ്മിക ഹിതം, ഓരോ വ്യക്തിയെയും സംബന്ധിച്ചുള്ള ദൈവഹിതം. ദൈവത്തിൻ്റെ പരമാധികാരഹിതത്തെ നമുക്ക് ചോദ്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അത് അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യണം, അതേ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് ആ ദൈവത്തിൻ്റെ ഹിതത്തിന് കീഴ്പ്പെടുക മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളത്. ദൈവം തൻ്റെ ഹിതം നിവർത്തിക്കുകയും അതെല്ലാം നന്മയ്ക്കായി ഒടുവിൽ തീർത്തു തരികയും ചെയ്യും. വ്യക്തിപരമായ ദൈവഹിതം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നാം മനസ്സിലാക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യേണ്ടതാണ്. ദൈവവചന വായന, ധ്യാനം, പ്രാർത്ഥന, ദൈവിക പരിജ്ഞാനം, നല്ല കൗൺസിലിങ് എല്ലാം ദൈവഹിതപ്രകാരമുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ദൈവഹിതപ്രകാരമുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് എല്ലായ്പ്പോഴും അങ്ങനെ ഈസി ആയിട്ടുള്ള കാര്യമല്ല. ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. കർത്താവും വലിയ വില കൊടുത്താണല്ലോ നമ്മളെ വീണ്ടെടുത്തത്. സ്വന്തം ജീവനെ തന്നാണ് നമ്മെ വീണ്ടെടുത്തത്. അങ്ങനെയാണ് തൻ്റെ ദൈവഹിതം താനെ നിവർത്തിച്ചത്. അതിന് വലിയൊരു വില കൊടുത്തു. അപ്പോൾ കർത്താവിൻ്റെ മക്കളായാലും നമുക്കും അതുതന്നെ ഒരു മാതൃകയായിട്ട് തന്നെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവഹിതം മനസ്സിലാക്കി നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ. ദൈവം കാണിച്ച എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ.